അതിൻ്റെ കയ്യിൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ വേണ്ടി, അതിന് വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല, കുഞ്ഞാഗ്രഹം, അതുപോലും അതിന് കഴിക്കാൻ പറ്റിയില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടെ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ പാവം കൊച്ചെന്ന് വെച്ചാൽ പഞ്ചപാവം കൊച്ച. നമ്മളൊന്നിനും ബുദ്ധിമുട്ടിക്കൂല. കുഞ്ഞനായാലും പപ്പനായാലും എന്നെ ആയാലും ഡോ കുഞ്ഞനായാലും കുഞ്ഞൻ്റെ മുടി വളർത്തിയേക്കുന്നുണ്ട. ഞാൻ ചീത്ത പറയുമ്പോൾ, മുടി വെട്ടാൻ പറയുമ്പോൾ വെട്ടണ്ട ചേച്ചി പറയണ പോലെ വെട്ടണ്ട കുഞ്ഞാ അങ്ങനെ കുഞ്ഞനെയും കൊണ്ട് നടക്കണത്. പഞ്ചപാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചപാവം കൊച്ച. അതിൻ്റെ ചില സമയത്ത് അതിൻ്റെ ബുക്കിൻ്റെ ഫീസൊക്കെ അതന്നെ അടച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയണം, അമ്മ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അമ്മ. ചെറിയ എന്ന് വെച്ചാൽ നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കൂല. പഞ്ചപാവം എന്ന് വെച്ചാൽ എന്താ അതിന് പറയണേന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ പോകുമെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ. പുന്നാരിപ്പിക്കണ ഭയങ്കര ഇഷ്ടം. കുഞ്ഞിനെ പുന്നാരിപ്പിക്കുമ്പോൾ പറയും കുഞ്ഞിനെ പുന്നാരിപ്പിക്കണം. അത്രയും 19 വയസ്സായെന്ന് ഇപ്പോഴാണ് ഇത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അയ്യോ എൻ്റെ മോൾക്ക് 19 വയസ്സായെന്ന് എനിക്ക് തോന്നണേ. വന്ന് കെട്ടിപ്പിടിച്ച് വയറ്റത്തൊക്കെ കിടന്നിട്ട് എന്നെ ഞാൻ കിടന്ന വയറില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ പോലെ പാവം. വീട്ടിൽ വരാന്നെടുത്ത് കൂട്ടുകാരായാലും എല്ലാവരുടെയും കാര്യങ്ങൾ വന്ന് പറയും. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കൂടി പിടിക്കണ പിള്ളേരായാലും അവൾക്ക് എന്ത് തോന്നണം എല്ലാം വന്ന് പറയും. വീട്ടിൽ വന്നത് അനിയനോട് പറയും, അമ്മ ഇങ്ങനെയാണമ്മ, അവൻ ഇങ്ങനെ പറഞ്ഞമ്മ, അല്ലെങ്കിൽ ആ കൊച്ചിങ്ങനെ പറഞ്ഞമ്മ. എല്ലാ കൂട്ടുകാരെയും വന്ന് പറയും. അവിടെ കോളേജിൽ ഒന്നും ഞങ്ങളോട് പറയാത്തതില്ല. എല്ലാം പറയിച്ച് എവിടെ വേണമെങ്കിലും വിടാം, ഏത് പാതിരാത്രിക്ക് വിടാം. കൊച്ചി തിരിച്ചു വരുന്ന ഉറപ്പുണ്ട്. പക്ഷെ ഇയാളിങ്ങനെ ചെയ്യും. കൊച്ചിൻ്റെ തെറ്റുള്ളതെന്ന് എനിക്ക് 100% അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു, ആരും പറയാതെ തന്നെ. കാരണം എന്ന് വെച്ചാൽ കൊച്ചി അതുപോലെ കെയർ ചെയ്തിട്ട് നടക്കണേ. ഇത് കഴിയുമ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലി ആവണം. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുമല്ല കൊച്ചി കുറേ നന്മ ചെയ്താനെ. ഈ ഒരു ഡോക്ടർ ചെയ്യണേക്കാളും കുറേ നന്മ കൊച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറേ നന്മകൾ. ഇയാൾ ചിലപ്പോൾ ഡോക്ടറാവാൻ പഠിക്കണത് ആളുടെ അപ്പൻ്റെ പൈസ കൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മോള് പഠിച്ചത് അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ചൊക്കെ എൻ്റെ മോള് പഠിച്ചത്. ഇയാളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറായിട്ടൊക്കെ ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതമായിരിക്കും കളയാൻ പോണത്. ഇയാൾ വിശ്വസിച്ചൊക്കെ എങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോളായിരുന്നെങ്കിൽ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോള് ഒരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ അവൾ എന്തോരം പേരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു മനസ്സുള്ള കൊച്ച. മനുഷ്യജീവന് വിലയില്ലാതാവരുതല്ലോ. മോളവിടെ കിടന്ന് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നില്ല. അയാളൊന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് അയാളോട് ഇത്രയും ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അമ്മേ എൻ്റെ ചേച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷമ പോലും അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഇതുപോലും ചെയ്യാതെ ഡോക്ടറല്ലേ, ജീവൻ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ടല്ലേ അതിനവിടെ ഇട്ടിട്ട് പോയത്.